നമസ്കാരം. 16 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളെ സമൂഹ മാധ്യമങ്ങളിൽ നിന്നും പുറത്തു കടത്താൻ ഒരുങ്ങുകയാണ് പല രാജ്യങ്ങളും. ഓസ്ട്രേലിയൻ സർക്കാർ ഇത് സംബന്ധിച്ച നിയമം അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇനി പാർലമെന്റ് പാസ്സാക്കുകയേ വേണ്ടൂ. 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ ഉണ്ടാക്കുന്നത് വിലക്കുന്ന നിയമം ലംഘിച്ചാൽ പ്ലാറ്റ്ഫോമുകൾക്ക് $30 ദശലക്ഷം പിഴയിടും. ബയോമെട്രിക് അല്ലെങ്കിൽ സർക്കാർ നിർദ്ദേശിക്കുന്ന പ്രായ പരിശോധന പൂർത്തിയായാൽ മാത്രം അക്കൗണ്ട് എടുക്കാൻ കഴിയുകയുള്ളൂ. ആദ്യമായാണ് ഒരു രാജ്യം ഇത്തരത്തിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്താൻ ഒരുങ്ങുന്നത്. സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ എടുക്കുന്നത് ഈ പ്രായപരിധിക്കുള്ളിൽ ഉള്ളവരാണെന്ന് ഉറപ്പാക്കേണ്ടത് ടെക് കമ്പനികളുടെ ഉത്തരവാദിത്തമാണ്. വീഴ്ച സംഭവിച്ചാൽ അവർക്ക് മാത്രമായിരിക്കും ശിക്ഷ ലഭിക്കുന്നത്. അക്കൗണ്ട് ഉടമകളെ ശിക്ഷിക്കില്ലെന്നും പ്രധാനമന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഇതൊരു നാഴികക്കല്ലായ പരിഷ്കാരമാണെന്നും എന്നാൽ ചില കുട്ടികൾ പരിഹാര മാർഗങ്ങൾ കണ്ടെത്തുമെന്നറിയാമെന്നും ഇതിനെ പ്രതിരോധിക്കാൻ സമൂഹ മാധ്യമ കമ്പനികൾക്ക് സന്ദേശം അയച്ചതായും പ്രധാനമന്ത്രി അറിയിച്ചിട്ടുണ്ട്. അമിതമായ സമൂഹ മാധ്യമ ഉപയോഗം കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിനുണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ച് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കുണ്ടായേക്കാവുന്ന അപകട സാധ്യതകൾ കുറയ്ക്കുന്നതിനും ആൺകുട്ടികളെ ലക്ഷ്യമിട്ടുള്ള സ്ത്രീവിരുദ്ധ ഉള്ളടക്കമെല്ലാം തടയുന്നതും ഇത് ഉപകാരപ്രദമാവുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതേസമയം നിയമനിർമ്മാണം ഈ വർഷം പാർലമെന്റിൽ അവതരിപ്പിക്കും. ഇത് അംഗീകരിച്ച ഒരു വർഷത്തിനു ശേഷം നിയമം പ്രാബല്യത്തിൽ വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. 15 വയസ്സിന് താഴെയുള്ളവർക്ക് സോഷ്യൽ മീഡിയ നിരോധനം ഫ്രാൻസ് കഴിഞ്ഞ വർഷം നിർദ്ദേശിച്ചെങ്കിലും രക്ഷിതാക്കളുടെ സമ്മതത്തോടെ ഉപയോക്താക്കൾക്ക് നിരോധനം ഒഴിവാക്കാൻ കഴിഞ്ഞിരുന്നു. 13 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ഡാറ്റ ആക്സസ് ചെയ്യുന്നതിന് രക്ഷാകർതൃ സമ്മർദ്ദം തേടണമെന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് പതിറ്റാണ്ടുകളായി ടെക്നോളജി കമ്പനികളോട് അവകാശപ്പെടുന്നുണ്ട്. സൈബർ ഭീഷണിപ്പെടുത്തൽ, ഹാനികരമായ ഉള്ളടക്കങ്ങൾ, മാനസികാരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നത് പോലുള്ള ഓൺലൈൻ അപകടങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കാനാണ് ഈ നടപടി ലക്ഷ്യമിടുന്നത്. സോഷ്യൽ മീഡിയ ആക്സസ് ചെയ്യുന്നതിൽ നിന്ന് കുട്ടികളെ മൊത്തത്തിൽ തടയാൻ കഴിയില്ലെന്നും വിവരങ്ങളിലേക്കും സാമൂഹിക ബന്ധങ്ങളിലേക്കുമുള്ള അവരുടെ പ്രവേശനം പരിമിതപ്പെടുത്തുമെന്നും വിമർശകർ വാദിക്കുന്നുണ്ട്. ഓൺലൈൻ സുരക്ഷയെക്കുറിച്ചും ഉത്തരവാദിത്തമുള്ള സോഷ്യൽ മീഡിയ ഉപയോഗത്തെക്കുറിച്ചും കുട്ടികളെ ബോധവൽക്കരിക്കുന്നത് കൂടുതൽ ഫലപ്രദമായ സമീപനമാണെന്ന് അവർ അഭിപ്രായപ്പെടുന്നുണ്ട്. അതേസമയം കുട്ടികൾക്ക് താരതമ്യേന സുരക്ഷിതമായ ചില പ്ലാറ്റ്ഫോമുകൾക്ക് ഇളവുകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗം നിരീക്ഷിക്കാനും പരിമിതപ്പെടുത്താനും രക്ഷിതാക്കൾക്ക് രക്ഷാകർതൃ നിയന്ത്രണ ഉപകരണങ്ങൾ ഉപയോഗിക്കാം. ഓൺലൈൻ സുരക്ഷയെക്കുറിച്ചും ഉത്തരവാദിത്തമുള്ള സോഷ്യൽ മീഡിയ ഉപയോഗത്തെക്കുറിച്ചും കുട്ടികളെ പഠിപ്പിക്കാവുന്നതാണ്.